ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഒരു കൗതുകമുള്ള വാർത്തയുണ്ട്. സ്കൂൾ ചോദ്യപേപ്പറുകൾ കേരളത്തിൽ മാറുന്നു എന്നൊരു വാർത്തയാണ്. ഇനി കാണാപ്പാടമല്ല, മനസ്സിലാക്കി എഴുതണം. ഓർമ്മ പരിശോധനയാകില്ല കേരളത്തിലെ ഇനി പരീക്ഷകൾ. ചിന്തിച്ചെഴുതണം. ഓണപ്പരീക്ഷ മുതൽ ഈ പുതിയ രീതി പരീക്ഷിക്കുകയാണ്. കാണാപ്പാടം പഠിച്ചിട്ട് പരീക്ഷ ജയിക്കുന്ന കാലം മാറുന്നു. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ചോദ്യപേപ്പറുകൾ അടിമുടി മാറും. സമഗ്രമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന ഒരു വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ വൈദികരെ വിലക്കണം, പള്ളികൾ പൊളിക്കണം എന്നൊരു വാർത്ത. ഛത്തീസ്ഗഡിലെ ഗോത്രമേഖലയിൽ ക്രൈസ്തവ പുരോഹിതരെ വിലക്കണമെന്ന് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന ഭാഷയാണ് ദേശാഭിമാനി ഉപയോഗിക്കുന്നത്. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിനോട് ആവശ്യപ്പെട്ട വാർത്ത 1-ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കഴിഞ്ഞ ദിവസം ആദ്യം രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ വന്ന ദിവസം ദേശാഭിമാനി അതിനെക്കുറിച്ച് അവഗണിച്ച രീതിയിലാണ് പ്രസിദ്ധീകരിച്ചത്. അല്ലെങ്കിൽ ഒരു പരാതി, ആരോപണം എന്ന രീതിയിലാണ്, ഒരു വസ്തുത എന്നുള്ള രീതിയിലല്ല പ്രസിദ്ധീകരിച്ചതെന്നൊക്കെയുള്ള പരാതികളുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഏതാണ്ട് ഏറ്റെടുക്കുന്നത് പോലെ അകത്തും പുറത്തുമൊക്കെയായിട്ട് 1-2 വാർത്തകൾ ഇന്ന് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്.